Assalamu alaikum and good morning, all. The topic we're looking into today in psychological measurement and testing is hypothesis and types of hypothesis. നമ്മൾ ഹൈപ്പോത്തസിസ് എന്നുള്ളൊരു ടേം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഒരു റിസർച്ച് പ്രോസസ്സിലാണ്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ ആൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈപ്പോത്തസിസ്. സോ വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? അതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴാണ് ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണത്? അപ്പോൾ in a research, the first step to the selection or identification of a problem. After this step, the next step is formulation of a hypothesis. അപ്പോൾ ആദ്യം ഒരു റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾവേസ് സെലക്ഷൻ ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫോർമുലേഷൻ ഓഫ് എ ഹൈപ്പോതെസിസ്. So, what is hypothesis? As we know, any scientific investigation starts with the statement of a solvable problem. When the problem has been stated, tentative solution in the form of a testable proposition is offered by the investigator. അപ്പോൾ ഏതൊരു രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും ഒരു പ്രോബ്ലം വെച്ചായിരിക്കും തുടങ്ങുന്നത്. ഇപ്പോൾ ഇൻ ദിസ് കേസ് റിസർച്ചിനും സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഒരു കാര്യം കണ്ടെത്താനുള്ള ഒരു പ്രോബ്ലം സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ ബേസിക്കലി ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെമ്പററി ആയിട്ടൊരു കൺക്ലൂഷൻ ഉണ്ടാക്കണതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. when the problem has been stated, tentative solution in the form of a testable proposition. അതായത് റിസർച്ച് നടത്തുന്ന ആൾ അല്ലെങ്കിൽ റിസർച്ചർ ഈ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് ടെസ്റ്റ് ചെയ്യണം. സോ ദിസ് ഹൈപ്പോതെസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി ടെസ്റ്റഡ്. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനിലേക്ക് അത് സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിലിയർ ആവാം, കറക്റ്റ് ആവാം, ഇൻകറക്റ്റ് ആവാം. എനിവേസ് ഇറ്റ് ഈസ് ടെസ്റ്റബിൾ. അതാണ് ഹൈപ്പോതെസിസ്. So we may say hypothesis is a testable relationship between two or more than two variables. ഇവിടെ വേരിയബിൾസ് എന്ന് ഉദ്ദേശിക്കാൻ they are measurable properties or characteristics of people or things. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഒരു ഹൈപ്പോതെസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് പീപ്പിൾ ഓർ തിങ്, ഇപ്പോൾ രണ്ട് എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം, രണ്ട് അല്ലെങ്കിൽ മോർ ദാൻ ടു. സോ ഒരു എക്സാമ്പിൾ എടുക്കണം. ഹൈപ്പോതെസിസ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളൊരു എക്സാമ്പിൾ, ഇഫ് വി ഇൻക്രീസ് ദി amount of light while studying, then the performance of the student will also increase. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ ഒരു ഹൈപ്പോതെസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ടു വേരിയബിൾസ്. ദി ഫസ്റ്റ് വൺ ഈസ് ദി amount of ലൈറ്റും പിന്നെ സെക്കൻഡ് വേരിയബിൾ എന്താണ്? ദ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. അപ്പോൾ ദിസ് ക്യാൻ ബി ടെസ്റ്റഡ്, ദി ഹൈപ്പോതെസിസ് ക്യാൻ ബി ടെസ്റ്റഡ്. എങ്ങനെ? ആ വാല്യൂസ്, നമ്മളുടെ രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഇൻക്രീസും ഡിക്രീസും ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇത് നമുക്ക് ഹൈപ്പോത്തസിസിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന 2 points ആണ്. വാട്ട് വി ഹവ് ലേൺഡ് അബൌട്ട് ഹൈപ്പോത്തസിസ് ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ, ഹൈപ്പോത്തസിസ് ഇസ് എ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഡിസ്പ്ലേസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് വേരിയബിൾസ് വിച്ച് ആർ മെഷറബിൾ ഓർ പൊട്ടൻഷ്യലി മെഷേർഡ്. അപ്പോൾ നമ്മൾ കണ്ട് ഹൈപ്പോത്തസിസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. നമുക്ക് അതിലത്തെ ആ ഒരു വേരിയബിൾസ് രണ്ട് ഓർ മോർ ദാൻ ടു വേരിയബിൾസ് ഉണ്ടാവും. അതിൻ്റെ റിലേഷൻഷിപ്പ് അത് നമുക്ക് മെഷറബിൾ വേരിയബിൾസ് ആയിരിക്കും. അത് ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹൈപ്പോത്തസിസ്.
ഇനി ഈ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻ എ ഹൈപ്പോത്തസിസ് ഇറ്റ് ക്യാൻ ബി ജനറൽ ഓർ സ്പെസിഫിക്. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയണത്. ഹൈപ്പോത്തസിസ് എക്സിബിറ്റ്സ് either a general or a specific relationship between variables. ഒന്നെങ്കിൽ ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് ഇറ്റ് ക്യാൻ ബി ജനറൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം. ഇപ്പോൾ നമ്മൾ ഒരു റിസർച്ച് പ്രോസസ്സിൽ പ്രോബ്ലം ആൻഡ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറഞ്ഞു. Now let's just look at some basic differences between a problem and a hypothesis. മെയിൻ ആയിട്ട് 2 പോയിൻ്റ് ആണുള്ളത്. ഫസ്റ്റ്, hypotheses are testable whereas problems are not. നമ്മൾ കണ്ടു ഒരു റിസർച്ചിൽ അല്ലെങ്കിൽ ഏത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയാലും ആ ഒരു പ്രോസസ്സിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹൈപ്പോത്തസിസ്. സോ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഈസ് എ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് പ്രോബ്ലം ഇസ് നോട്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ IQ ആൻഡ് ക്ലാസ് റൂം അച്ചീവ്മെൻറ്റ്? ഇറ്റ് ഈസ് എ പ്രോബ്ലം വിച്ച് കനോട്ട് ബി ടെസ്റ്റഡ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. However, when we deduce hypothesis from this problem in the light of the available facts and theories, we can test it. അപ്പോൾ ഇതിന് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ it will look something like this. The hypothesis is IQ is positively related with the classroom achievement. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ ഒരു പ്രോബ്ലം കണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഡിറൈവ് ചെയ്ത് IQ is positively related with the classroom achievement. 2 വേരിയബിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണം IQ ആൻഡ് ക്ലാസ് റൂം അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇറ്റ് ഈസ് ടെസ്റ്റബിൾ. ഇതാണ് ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രോബ്ലം ആൻഡ് എ ഹൈപ്പോത്തസിസ്. Problems are stated in the form of interrogative sentences, whereas hypotheses are stated in the form of declarative sentences. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രോബ്ലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ബട്ട് ദെൻ ഹൈപ്പോത്തസിസ് അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇങ്ങനെയാണ് ദിസ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്. അങ്ങനെ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിലാണ് ഹൈപ്പോത്തസിസ് ഫോം ആവുന്നത്. പിന്നെ hypothesis indicates what we are looking for. It is a preposition which always looks forward. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കീ ആണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്ത് പിന്നെ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. അതാണ് ഇവിടെ പറയണത്. After testing, the hypothesis investigator may find it to be correct or incorrect. ഇപ്പോൾ കറക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കാം. നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പ്രീവിയസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി amount of light in studying and the classroom performance. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ തന്നെ ഇറ്റ് മേ ബി കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ടെസ്റ്റഡ്. Now, if it proves to be correct, the problem is solved. And if it proves to be incorrect, the problem is not solved. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എടുത്ത പ്രോബ്ലം ഈ ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു റിലേഷൻ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ദെൻ ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ്. പിന്നെ ആ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ദെൻ ദ പ്രോബ്ലം ഇസ് നോട്ട് സോൾവ്ഡ്. നമ്മൾ വേറെ നോക്കേണ്ടി വരും, വേറെ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. Now let's look at the characteristics of a good hypothesis. ഇപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു നല്ല ഹൈപ്പോത്തസിസ് ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. These are the 8 characteristics to test whether a hypothesis statement is good or not. 1. The hypothesis should be conceptually clear.
അതായത് ഒരു ഗുഡ് റിസർച്ച് ഹൈപ്പോത്തസിസിന് ഡിഫൈൻഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഒരു കൺഫ്യൂഷൻ ഉള്ളതോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ആക്കാണ്ട് ഒരു ഡിഫൈൻഡ് കോൺസെപ്റ്റ് ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആയിരിക്കണം. നോട്ട് ഓൺലി ദിസ്, ദി ഡെഫിനിഷൻസ് മസ്റ്റ് ബി ഗിവൻ ഇൻ കോമൺലി ആക്സെപ്റ്റഡ് ആൻഡ് കമ്മ്യൂണിക്കബിൾ വേർഡ്സ്. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുന്ന ടേംസ് യൂസ് ചെയ്തിട്ട് കോൺസെപ്ച്വലി ക്ലിയർ ആക്കണം. 2. ഹൈപ്പോത്തസിസ് മസ്റ്റ് ബി ടെസ്റ്റബിൾ. അത് തന്നെയാണ് നമ്മുടെ ഹൈപ്പോത്തസിസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയണതും. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ടെസ്റ്റബിൾ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. എന്നിട്ട് ഫൈനലി ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കും. 3. The hypothesis should be economical and parsimonious. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എക്കണോമിക്കലായിട്ടുള്ള, അത് ലെസ് മോണിറ്ററി എക്സ്പെൻസ് വരുന്ന ഹൈപ്പോത്തസിസാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലം ടെസ്റ്റ് ചെയ്യാൻ പല ഹൈപ്പോത്തസിസുകളുണ്ടാവും. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എക്കണോമിക്കലായിട്ട് ഏറ്റവും ലാഭം വരുന്നത് അല്ലെങ്കിൽ കുറവ് എക്സ്പെൻസ് വരുന്നത് ആണ് സെലക്ട് ചെയ്യാൻ നോക്കേണ്ടത്. 4. Hypothesis should be related to the existing body of theory and fact. എപ്പോഴും ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി ബേസ്ഡ് ആയിരിക്കണം ഫോമുലേറ്റ് ചെയ്യേണ്ടത്. ഒരു ഹൈപ്പോത്തസിസ് ഫോമുലേറ്റ് ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനമില്ലാത്ത ഒരു ഹൈപ്പോത്തസിസ് ആവരുത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം. 5. The hypothesis should have logical unity and comprehensiveness. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ഒരു ഹൈപ്പോത്തസിസ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് തിരഞ്ഞെടുക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 6. Hypothesis should be general in scope. ഏറ്റവും നല്ലത് ഒരു ജനറലായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് തിരഞ്ഞെടുക്കുന്നതാണ്. കാരണം അത് മിക്ക സിറ്റുവേഷൻസിനും ഫിറ്റ് ആവുന്നതാണ്, പല രീതിയിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ലൈക്ക് ടു ജനറൽ അല്ലെങ്കിൽ ടു ബ്രോഡ് ആകുമ്പോൾ ഒരു അൺക്ലിയർ പിക്ചർ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മിനിമം ലെവൽ ഓഫ് ഒരു ജനറാലിറ്റി കീപ്പ് ചെയ്യണത് നല്ലതാണ്. 7. The hypothesis should be related to available scientific tools and techniques. യൂസ്ഫുൾ ആയിട്ടുള്ള സയൻറ്റിഫിക് ടൂൾസും ടെക്നീക്സും ഇല്ലാത്തതുകൊണ്ട് ഹൈപ്പോത്തസിസിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് റിസർച്ച് ഹൈപ്പോത്തസിസ്. 8. The hypothesis should be in accord with other hypotheses of the same field. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ഫീൽഡിൽ ഫോമുലേറ്റ് ആവുന്ന ഹൈപ്പോത്തസിസിന് ഒരു സിമിലാരിറ്റി ഉണ്ടാവണം നല്ലതാണ്. ഇതൊരു എസെൻഷ്യൽ കണ്ടീഷനല്ല, എന്നാലും ഒരു അത്യാവശ്യം നല്ല ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ജനറാലിറ്റി, റിസർച്ച് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 types: universal hypothesis and existential hypothesis. Let's have a look at universal hypothesis. Universal hypothesis is one in which the stated relationship holds good for all the levels or values of variables which are specified for all time at all places. അപ്പോൾ യൂണിവേഴ്സൽ ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആ 2 അല്ലെങ്കിൽ 3 വേരിയബിൾസ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എപ്പോഴും സെയിം ആയിരിക്കും. ഏതൊരു സിറ്റുവേഷനിലും ആ ഒരു റിലേഷൻഷിപ്പ് സെയിം ആയിരിക്കും, അത് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യില്ല. അതാണ് ഇവിടെ എക്സാമ്പിളിൽ കാണിക്കുന്നത്. അഡിക്വേറ്റ് ലെവൽ ഓഫ് ലൈറ്റ് ഇൻക്രീസസ് റീഡിങ് എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ഏതൊരു സിറ്റുവേഷനിലും ഇതുതന്നെയാണ് അതിൻ്റെ റിസൾട്ട്. adequate level of light increases reading efficiency. Next, existential hypothesis. Existential hypothesis is one which states that the relationship stated holds good for at least one particular case.
നമ്മൾ യൂണിവേഴ്സൽ ഹൈപ്പോതെസിസിൽ കണ്ടത് 2 വേരിയബിൾസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എക്സിസ്റ്റൻഷ്യൽ ഹൈപ്പോതെസിസിൽ 2 വേരിയബിൾസിൽ അതിൽ ഒരെണ്ണം മാത്രമേ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. മറ്റേത് ഒന്നെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, ചേഞ്ച് ആവാം. അപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ പറഞ്ഞേക്കുന്നത് there is at least one schizophrenic who does not have either delusion or hallucination. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പറയണത് സ്കീസോഫ്രീനിയയുടെ ഒരു സിംറ്റം അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ ഉള്ള ആൾക്ക് ഹാലുസിനേഷൻ ഓർ ഡെല്യൂഷൻസ് വരുന്നത് സാധാരണമാണ്. പക്ഷേ ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Now, based upon the goals of explaining and controlling the causes of behavior, there are 2 types of hypothesis: causal hypothesis and descriptive hypothesis. Causal hypothesis. Causal hypothesis postulates a particular causal influence or behavior. It tentatively explains a particular influence on or a cause for a particular behavior. സോ കോസൽ ഹൈപ്പോതെസിസ് നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാം. ഒരു കോസ് അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ട്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഹൈപ്പോതെസിസ് ക്ലാസിഫൈ ചെയ്തേക്കണം, കോസൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോതെസിസ്. സോ ഈ ഒരു ടൈപ്പ് ഹൈപ്പോതെസിസിൽ നമ്മൾ ഒരു ബിഹേവിയറിൻ്റെ പിന്നിലുള്ള ഒരു കോസ് ഓർ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പറയണത്. ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാം. If the researcher hypothesizes that boring contents of commercial advertisements is the cause of channel changing by TV viewers, it becomes the example of causal hypothesis. സോ ഇത് കോസൽ ഹൈപ്പോതെസിസിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ചാനൽ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ TV കാണുന്ന ആൾക്കാർ കോൺസെൻട്രേറ്റ് ചാനൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കോസ്, അതിന് പിന്നിലുള്ള കാരണം എന്താണ്, അത് ഒരു റിസർച്ചർ ഹൈപ്പോത്തസൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് മേ ബി ദ ബോറിങ് കണ്ടൻസ് ഓഫ് കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ്, അതൊരു റീസണാണ്. അപ്പോൾ അങ്ങനെയാണ് ഹൈപ്പോത്തസൈസ് ചെയ്യണത്, ഒരു ബിഹേവിയറിൻ്റെ പിന്നിലുള്ള റീസൺ. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ്. Descriptive hypothesis is one that postulates particular characteristics of a behavior or provides some specific goal for the observation. It tentatively describes behavior in terms of the characteristics of the situation in which it occurs. ഈ ഒരു ഹൈപ്പോത്തസിസിൽ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിഹേവിയറിനെ നല്ലോണം ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും നല്ലോണം ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് പറഞ്ഞ് അതിനെ ഹൈപ്പോത്തസൈസ് ചെയ്യണതിനാണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഒരു ബിഹേവിയർ ഡീറ്റെയിൽഡായിട്ട് hypothesize ചെയ്യാം. For example, the researcher hypothesized that channel changing during TV viewing occurs more frequently when the person is alone than when he is watching with others. സോ നമ്മൾ ഈ ഒരു ബിഹേവിയർ ചാനൽ ചേഞ്ചിങ് എന്ന് പറഞ്ഞൊരു ബിഹേവിയർ ഏത് സമയത്താണ്, ഏതൊരു സിറ്റുവേഷനിലാണ് കൂടുതൽ ഒക്കർ ചെയ്യണത്? ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി വെൻ ദ പേഴ്സൺ ഇസ് അലോൺ. അപ്പോൾ ആൾ ഒറ്റക്കാകുമ്പോഴാണ് ഈ ഒരു ബിഹേവിയർ കാണാൻ കൂടുതൽ സാധ്യതയുള്ളത്. Now, a few other types of hypothesis includes simple hypothesis, complex hypothesis, research hypothesis, alternative hypothesis, and null hypothesis. Simple hypothesis. Simple hypothesis contains only 1 or 2 variables. അപ്പോൾ ഇതൊരു വെരി സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചറുള്ള ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, hypothesis like children from broken homes tend to become delinquent, reward improves learning, aggression is associated with frustration are all examples of simple hypothesis. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ, ഈ ഒരു ഹൈപ്പോത്തസിസിലൊക്കെ നമുക്ക് കാണാം വെരി സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ആകെ 1 or 2 വേരിയബിൾസേ ഉള്ളൂ. കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്.
Complex hypotheses are hypotheses which contain more than two variables and therefore require complex statistical calculation too. അപ്പോൾ അൺലൈക്ക് സിമ്പിൾ ഹൈപ്പോത്തസിസ് ഇത് നേരെ തിരിച്ചാണ്. കോംപ്ലെക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിരിക്കും. ഇറ്റ് മൈറ്റ് റിക്വയർ മോർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ്, കൂടുതൽ നമ്പർ ഓഫ് വേരിയബിൾസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ hypothesis like children from upper and lower socioeconomic status have larger adult adjustment problems than children from middle socioeconomic status is an example of relatively complex hypothesis. അപ്പോൾ ഇത് ഒരു കോംപ്ലെക്സ് ഹൈപ്പോത്തസിസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ കാണാം ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്യണതിനും കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഹൈപ്പോത്തസിസാണ്. Next, research hypothesis. Hypothesis derived from the researcher's theory about some aspects of behavior is called research hypothesis, or it is also known as working hypothesis. The researcher believes that his research hypotheses are true or that there are accurate statements about the condition of things he is investigating. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ, റിസർച്ചേഴ്സ് ഒരു റിസർച്ചിൻ്റെ പ്രോസസ്സിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിൽ നടത്തുന്ന ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസാണിത്. സോ ഇറ്റ്സ് കോൾഡ് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. മോസ്റ്റ്ലി ഇത് ഒരു ആക്യുറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവാനാണ് സാധ്യത. റിസർച്ച് ഹൈപ്പോത്തസിസിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആൻഡ് നൾ ഹൈപ്പോത്തസിസ്. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഓപ്പറേഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിസർച്ച് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഒരു റിസർച്ച് ഹൈപ്പോത്തസിസിൽ വരുന്ന ഒരു ഹൈപ്പോത്തസിസാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഹൈപ്പോത്തസിസിൻ്റെ പോലെ തന്നെ അതിൽ ഉണ്ടാവുന്ന വേരിയബിൾസ്, ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ ഉണ്ടാവുന്ന വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്, ഇതിന് റിവേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ദർ എക്സിസ്റ്റ്സ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും റിവേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്ന് പറയണത്. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൻ്റെയും നൾ ഹൈപ്പോത്തസിസിൻ്റെയും ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാമ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഞാൻ ഫോർമുലേറ്റ് ചെയ്യണം. സോ ഞാൻ പറയാണ്, ഒരു കുട്ടി ഐസ്ക്രീം കഴിച്ചാൽ ഹി മൈറ്റ് ഫോൾ സിക്ക്. സോ ദാറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഈ രണ്ടിൻ്റെയും ഒരു റിലേഷൻഷിപ്പാണ് എക്സ്പ്രസ് ആവുന്നത്. ഇനിയിപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൻ്റെ നേരെ റിവേഴ്സ്, അതായത് ഈ രണ്ടും തമ്മിൽ ഒരു റിലേഷൻ ഇല്ല, റിലേഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നില്ല. അതായത് ഈ ഒരു കുട്ടി ഐസ്ക്രീം തിന്നാണെങ്കിൽ ഹി വോണ്ട് ഫോൾ സിക്ക്, അതാണ് നൾ ഹൈപ്പോത്തസിസിൽ വരുന്നത്. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓൾട്ടർനേറ്റീവിൽ നമ്മൾ പറഞ്ഞത് അങ്ങനെ സംഭവിക്കും, the child might fall sick. പക്ഷേ നൾ ഹൈപ്പോത്തസിസിൽ ദ ചൈൽഡ് വോണ്ട്, അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഐസ്ക്രീം തിന്നണേനും പനി പിടിക്കണേനും ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് നൾ ഹൈപ്പോത്തസിസിൽ പറയണത്. So that's all with hypothesis, its definition and its various kinds. I hope you all understood all the points. Thank you and Assalamu alaikum.